വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യൂട്യൂബ് വീഡിയോ ഒരു കുഞ്ഞു ബ്ലോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അച്ഛൻ്റെ പിറന്നാളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് വീട്ടിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ വീട്ടിലെത്തിയിട്ട് പിറന്നാൾ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടാലോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ എല്ലാ തവണത്തെയും പോലെ നമ്മൾ ഇപ്പോഴും പോകുന്നത് നടന്നിട്ടാണ്, ബസ്സിനാണ് കേട്ടോ. കാരണം 3 പേരുള്ളോട് വണ്ടിക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ പിള്ളേർക്ക് ഇന്ന് അവധിയായിരുന്നു സ്കൂൾ കേട്ടോ. അപ്പൊ പോകുമ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളൊരു 9:15 നമ്മൾ അവിടുന്ന് ബസ് ഉള്ളത്. അപ്പൊ അങ്ങനെ നമ്മൾ ബസ്സിലാണ് എടപ്പാളിലേക്ക് പോകുന്നത്. എടപ്പാളിലെത്തിയിട്ട് അനിയത്ര മോളുണ്ടായിരുന്നു. അപ്പോൾ അവളെയും കൂടി പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാൻ. നേരെ നമ്മൾ ഫോറം സെന്ററിലേക്കാണ് പോയത് കേട്ടോ. ഫോറം മോളിൽ അവിടുത്തെ നെസ്റ്റൊക്കെ ഉണ്ട്. നെസ്റ്റ് ഒരുപാട് ഷോപ്പുകളിൽ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ല അടിപൊളിയായിട്ട് പൂക്കളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടു. ഇനി നമ്മൾ പോകുന്നത് അതുവിന് നാളെ സ്കൂളിൽ ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ അവൾക്ക് അതിനിടാനുള്ള മാലയും കമ്മലും നമുക്ക് നോക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മാലയും കമ്മലൊക്കെ കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ നമുക്കൊരു വാച്ചൊക്കെ നേരാക്കാണ്ടായിരുന്നു. അപ്പോൾ വാച്ച് കടയിൽ പോയിട്ട് നമ്മൾ വാച്ചും കാര്യങ്ങളൊക്കെ നേരാക്കിയിട്ട് ഇനി നമ്മൾ അനിയത്തിയുടെ മോളിനെ പിക്ക് ചെയ്യാൻ പോവാം കേട്ടോ. പിന്നെ ഓണം സമയമായതുകൊണ്ട് ഒരുപാട് ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അനിയത്തിയുടെ കമ്പനിയുടെ അവിടേക്കാണ് പോകുന്നത് കേട്ടോ. കാരണം അവളവിടെ വെയിറ്റ് ചെയ്യാൻ കണ്ടു. അതാ വരുന്നതാണ് അനിയത്തിയ മോളുമാണ് കേട്ടോ. അങ്ങനെ അവളെ പിക്ക് ചെയ്തു. പിന്നെ നമുക്ക് അച്ഛൻ്റെ പിറന്നാളല്ല, അപ്പോൾ നമുക്ക് ഷർട്ട് എടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഷർട്ടൊക്കെ സെലക്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത ഷർട്ട് ഇതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ചെക്ക് കളർ ഷർട്ടും അതിൽ നല്ലൊരു മാച്ചായൊരു മുണ്ടുമാണ് എടുത്തത്. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മൾ ഇനി വീണ്ടും പോണത് കെയറിലേക്കാണ് കേട്ടോ. പിള്ളേരൊക്കെ ഉള്ള കാരണം അവർക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കണ്ടേ. അപ്പം നമ്മൾ എടപ്പാള് കെയറിൽ പോയിട്ട് പപ്സും അതുപോലെ ചോക്ലേറ്റ് ഷേക്കും മസ്റ്റാണല്ലോ. അപ്പോൾ അതൊക്കെ കുടിച്ചു കേട്ടോ. അതൊക്കെ കുടിച്ചിട്ട് നമ്മൾ ഇനി നേരെ അവിടുന്ന് ബസ്സിനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബസ് അവിടെ റെഡി ആയിട്ട് ഉണ്ടായിരുന്നു. നമ്മൾ തലക്കശ്ശേരിയിലേക്കുള്ള ബസ് കയറി ബസ് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ പോകുന്നത് ഓട്ടോയിലാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ഓട്ടോയിലെത്തി. അപ്പോൾ വീട്ടിലിങ്ങനെ സദ്യയുടെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പായസം അതുപോലെ സംഭവങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ പിള്ളേരൊക്കെ ആയിട്ട് വീഡിയോ എടുത്തു. അങ്ങനെ കേക്കും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അനിയത്തി കേക്കായിട്ട് വന്നു. അപ്പം നമ്മൾ എല്ലാവരും കൂടി കേക്ക് മുറിക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ കേക്ക് കട്ടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ കേക്ക് അനിയത്തി വരുമ്പോൾ കൊണ്ടുവരിക ചെയ്തത്. അപ്പോൾ അവൾ ഉച്ചയ്ക്കാണ് വന്നത്, അവൾ ഹസ്ബൻഡും കൂടിയിട്ട്. അപ്പോൾ അവൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അവർ പോകട്ടെ, കാരണം വർക്കുള്ളതല്ലേ. അപ്പോൾ പിന്നെ ഞാൻ മിന്നുട്ടീനായിട്ട് പിന്നെ ഞാൻ പോകുമ്പോൾ അവളെ കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കേക്കൊക്കെ മുറിച്ച് നല്ല അടിപൊളിയായിട്ടുള്ള വാഞ്ചോയുടെ കേക്കായിരുന്നു കേട്ടോ നമ്മൾ കഴിച്ചിരുന്നത്. സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് വീട്ടിലുള്ളവർ മാത്രമായിട്ടുള്ളൊരു ആഘോഷമാട്ടോ. അങ്ങനെ ഗ്രാൻഡായിട്ടൊന്നുമില്ല. അച്ഛൻ്റെ പിറന്നാളല്ല. അപ്പോൾ എല്ലാവരും ജസ്റ്റ് തൊട്ടടുത്ത് വല്യമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ വല്യമ്മേനെയൊക്കെ വിളിച്ചു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു കുഞ്ഞൊരു കേക്കൊക്കെ വിദ്യ വരുമ്പോൾ കേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ കേക്ക് കട്ട് ചെയ്തു. ഞാൻ പോകുമ്പോൾ ഡ്രസ്സാണ് അച്ഛന് മേടിച്ചുണ്ടായത് കേട്ടോ. അങ്ങനെ നമ്മൾ കേക്ക് കട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മളിനി സദ്യയിലേക്ക് കിടക്കുകയാണ് കേട്ടോ. നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് എലിശ്ശേരിയും അവിയലും ഉപ്പേരിയും അച്ചാറും പപ്പടും നല്ല കുത്തരിച്ചോറും സാമ്പാറും കൂടിയിട്ടുള്ളൊരു അടിപൊളിയായിട്ടുള്ള സൂപ്പർ സദ്യയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ അത്ര എല്ലാവർക്കും കൂടി ഒരുമിച്ചിരിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പേര് നിലത്ത് കുറച്ച് പേര് ടേബിളിൻ്റെ മുകളിൽ അങ്ങനെയായിട്ടാണ് നമ്മൾ ഇരുന്നിരുന്നത്. പിന്നെ അപ്പോൾ നമ്മളെല്ലാവരും കൂടി നിന്നിട്ട് നല്ല സൂപ്പറായിട്ടുള്ള ഫുഡും നല്ല സദ്യ അടിപൊളിയായിട്ടുള്ള സദ്യ കഴിച്ചു. പായസം നമ്മൾ വെച്ച് പായസം പറഞ്ഞില്ലല്ലോ അല്ലേ. നമ്മൾ പായസം വെച്ചത് സേമിയോ പായസമാണ് കേട്ടോ നമ്മൾ വെച്ചത്. കാരണം അച്ഛന് പാലൊഴിച്ച പായസമാണ് ഇഷ്ടം. അപ്പം അതുകൊണ്ട് തന്നെ സേമിയോ പായസമാണ് നമ്മൾ പിറന്നാളിന് വെച്ചത്. എന്തായാലും നല്ലപോലെ അടിപൊളി സദ്യയായിരുന്നു. ഞാൻ പിന്നെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് സേമിയ പായസം കുടിച്ചത് കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടില്ല. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു. ഞാൻ വൈകുന്നേരം തന്നെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. നേരെ എടപ്പാള് വന്നു വിദ്യേനെ പിക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ വിദ്യേനെ അവിടെ കോളളമ്പിൽ അവളെ വീട്ടിലാക്കി കൊടുക്കുക ചെയ്യാം കേട്ടോ. കാരണം വൈകുന്നേരം പിന്നെ ചായയുടെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് ഒരു 4:45 ഇറങ്ങിയത്. പിന്നെ അവരായിട്ട് സംസാരിച്ചും കാര്യങ്ങളൊക്കെ ഇത് നേരം പോയത് അറിഞ്ഞില്ല. അപ്പൊ പിന്നെ എന്തായാലും അങ്ങനെ വിദ്യേനെ കോളളമ്പിലാക്കി. അപ്പൊ അച്ചുട്ടൻ അവിടെയാണല്ലോ, അച്ചുട്ടനെ കൊണ്ടുവന്നിരുന്നില്ല പിറന്നാളിന്. അപ്പൊ അവനെ ഞങ്ങളെ കണ്ടപ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവളെ വീട്ടിലാക്കിയിട്ട് പിന്നെ ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോഴേക്കും സത്യം പറയാലോ ആകെ ടയേർഡായിരുന്നു കേട്ടോ. ആകെ വണ്ടിയിൽ ഇരുന്നിട്ടും ആകെ ഭയങ്കര തലവേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മുടെ വീടെത്തി. അങ്ങനെ പിറന്നാൾ ആഘോഷവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞത് ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തിക്കുന്നു. ഇപ്പൊ സമയം 6:45 ആയിരിക്കണം കേട്ടോ. നല്ല ടയേർഡായിരിക്കുന്നു. കാരണം വിദ്യേനെ വീട്ടിലാക്കി കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കാരണം ഞാൻ പോണ സമയത്ത് മിന്നുട്ടിയും എടപ്പാള് വിദ്ര കമ്പനിയിൽ നിൽക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ മിന്നുട്ടീനെയും കൂട്ടിയിട്ട് ഞങ്ങൾ എടപ്പാളിൽ നിന്ന് പിന്നെ
അവളെയും കൂട്ടിയിട്ടാണ് പോയത് കേട്ടോ. അച്ചുട്ടുണ്ടായിരുന്നില്ല, അച്ചുട്ടൻ കൊല്ലമില്ലായിരുന്നു. അങ്ങനെ തിരിച്ച് പിന്നെ ഞാൻ തലക്കശ്ശേരിയിൽ നിന്ന് ഓട്ടോ ഏൽപ്പിച്ചിട്ട് നേരെ എടപ്പാൾ വന്ന് വിദ്യാനെ എടുത്തു. എന്നിട്ട് ഞങ്ങൾ നേരെ കോരടമ്പിൽ വിദ്യാനെ അങ്ങോട്ട് ആക്കി കൊടുത്തു. തിരിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഭയങ്കരമായിട്ട് ടയേർഡായിരിക്കുന്നു കേട്ടോ, ആകെ ക്ഷീണിച്ചതായിരിക്കുന്നു. അപ്പോൾ പിറന്നാളാഘോഷം അടിപൊളിയായിരുന്നു. അച്ഛൻ്റെ ഒരു പിറന്നാളാഘോഷം അങ്ങനെ വലിയ ഗ്രാൻഡായിട്ടൊന്നുമില്ല, നമ്മൾ മാത്രമായിട്ടൊരു കുഞ്ഞാഘോഷമായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ. അപ്പോൾ ഏട്ടൻ്റെ വക ഇപ്രാവശ്യത്തെ ഓണക്കോടി ഉണ്ടായിരുന്നു, സെറ്റും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഏട്ടൻ്റെ വക കിട്ടിയ ഓണക്കോടിയുടെ നല്ല ഭംഗിൻ്റെ ഇല്ലാത്തൊരു സെറ്റുമുണ്ട് കളറാണ് കേട്ടോ. ഇത് നമ്മുടെ ഒലീവ് ഗ്രീൻ എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു സെറ്റുമുണ്ട്. അപ്പോൾ ഇതാണ് ഓണക്കോടി. ഇനി ഇതിന് ബ്ലൗസും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഓണത്തിന് ഇടാനുള്ള സെറ്റ് കൊണ്ടാണ് കേട്ടോ ഇത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലത്തെ കളർ ചേഞ്ച് ആണ് കേട്ടോ. പലർക്കും ഗ്രീൻ ഉണ്ട്, പിന്നെ ഒരു കോഫി ബ്രൗൺ കളർ ഉണ്ട്, ഡാർക്ക് ഗ്രീന്, പിന്നെ ഈ ഒരു ഗ്രീന്, ഒരു മെറൂൺ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ തീരില്ലാത്തൊരു കളറാണ് ഈ ഒരു കളറ്. ഞാൻ കുറേ ആഗ്രഹിച്ചൊരു കളറും കൂടിയാണ്, എനിക്ക് ഇഷ്ടമുള്ളൊരു കളറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതാണ് സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതാണ് ഏട്ടൻ്റെ വക ഓണക്കോടി കിട്ടിയത്. അപ്പോൾ ഇതിന് ബ്ലൗസൊക്കെ സെറ്റാക്കിയിട്ട് ഓണത്തിന് കടിച്ച് പൊളിക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു ഒരു പിറന്നാൾ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക. നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യാത്തവരാണെങ്കിൽ സപ്പോർട്ടൊക്കെ ചെയ്യുക, ലൈക്കും ഒക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.